ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു പ്രിൻ്റഡ് ഒരു ബുക്ക് രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ആ പുതിയ പദ്ധതി എന്തൊക്കെയാണ്, അവരുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഒന്ന്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ 2025 നിയമം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 പകരം ആയി കൊണ്ട് വന്നിട്ടുള്ള നിയമമാണ്. 2025 ഡിസംബർ 18 ലോക്സഭയും 2025 ഡിസംബർ 19 രാജ്യസഭയിലും ബിൽ പാസാക്കി. 2025 ഡിസംബർ 20 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കി. 2025 ഡിസംബർ 21 ഗസറ്റ് പ്രഖ്യാപനമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. 2026 ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതിപ്പോൾ നിലവിൽ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എല്ലാം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതായത് നിലവിൽ ജൂലൈ 1 മുതൽ വരുന്ന പ്രവൃത്തിക്ക് വേണ്ടി എന്താ പറയുക, ഇത് പ്ലാൻ ചെയ്തിട്ട് മാത്രം നടപ്പിലാക്കേണ്ട പദ്ധതിയാണ്. മറ്റേത് ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ഇതിൽ എന്താ പറയുക, ഗ്രാമസഭയിലും ഇതിലൊക്കെ വന്നാൽ മാത്രമേ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ പദ്ധതിയുടെ ലിസ്റ്റും അങ്ങനെയല്ല, നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളുടെ ലിസ്റ്റൊക്കെ ഈ അടുത്താണ് എന്താ പറയുക പുറത്തിറക്കി. അപ്പോൾ മുൻകൂട്ടി ഈ പദ്ധതികളുടെ പേരൊക്കെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അക്കാര്യത്തിലൊക്കെ നമുക്ക് നിലവിൽ സംശയമുണ്ട്. ഇത് ഇങ്ങനെ ഇറങ്ങിയിരിക്കൊണ്ടാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിലവിൽ പണിയില്ലാത്തൊരു സ്ഥിതി നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2040 ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക വർഷം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് വരുത്തുക. ഗ്രാമീണ മേഖലയിലെ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, മഴവെള്ള സംഭരണം, ഭൂഗർഭജല പുനരുജ്ജീവനം, പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള പ്രതിരോധശേഷി എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് തൊഴിലുറപ്പിലൂടെ സുസ്ഥിര ആസ്തികൾ സൃഷ്ടിക്കുകയും ഗ്രാമീണ ജീവിത നിലവാരം ഉയർത്തുകയും കാർഷിക കാലയളവുകളിൽ ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കുകയും വിവിധ പദ്ധതികളുടെ സംയോജനം ഉറപ്പുവരുത്തുകയും വിവര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ്. അപ്പോൾ ഇതിൽ 2047 ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ഇറക്കിയതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന വ്യവസ്ഥകൾ ഗ്രാമപഞ്ചായത്തുള്ള ABC കാറ്റഗറിയിൽ ആക്കുക. ഇത് ഒന്നാമത്തെ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാധനമാണ് ഇത് ABC കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ആസൂത്രണം ആവശ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്തുകൾ കാറ്റഗറി ABC എന്നിങ്ങനെ തരംതിരിക്കും. വിവിധ വികസന സൂചികളുടെ നഗരപ്രദേശങ്ങളുടെ സാമീപ്യവും അടിസ്ഥാനമായിരിക്കും വിഭാഗീകരണവും. അതായത് വികസന സൂചിക കേരളത്തിലെ അധിക പഞ്ചായത്തുകൾ വികസന സൂചികകൾക്ക് മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, വികസന സൂചികൾ മുൻപന്തിയിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിലേക്കൊക്കെ ഫണ്ട് തരുന്ന കാര്യത്തിലൊക്കെ ABC കാറ്റഗറി തിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, കാറ്റഗറി തിരിച്ചു കഴിഞ്ഞാൽ പല പഞ്ചായത്തുകളും ഈ പദ്ധതിയുടെ പുറത്താവും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കാറ്റഗറി തിരിക്കുന്നതോടുകൂടി തന്നെ പദ്ധതിയെ ഒരു ഭാഗികമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കും. അതേമാതിരി നോർമേറ്റീവ് അലോക്കേഷൻ, ഓരോ സാമ്പത്തിക വർഷത്തേക്കുമുള്ള സംസ്ഥാനങ്ങളുടെ വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും. ഇത് രണ്ടാമത്തെ പോരായ്മ. അതായത് കേന്ദ്രം ഓരോരോ സംസ്ഥാനത്തിൻ്റെ എന്താ പറയുക വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും. കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വസ്തുനിഷ്ഠ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും സംസ്ഥാനങ്ങൾ വിഹിതം. 16 ധനകാര്യ മിഷൻ വ്യവസ്ഥകൾ, പ്രവൃത്തികളുടെ പൂർത്തീകരണം, സാമൂഹ്യ വേതന വിതരണം, സോഷ്യൽ ഓഡിറ്റ്, പരാമർശങ്ങൾ തീർപ്പാക്കാൻ എന്നിവ വീതം നിശ്ചയിക്കാനുള്ള മാനദണ്ഡമാവും എന്നാണ് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തിന് അനുവദിച്ച് വിഹിതത്തേക്കാൾ അധികം വരുന്ന ചെലവ് മുഴുവനായി സംസ്ഥാനം ഇറക്കണം. ഇത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ അടുത്ത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് നിലവിൽ കേന്ദ്രം പറയുന്ന ഫണ്ട്, അതായത് കേന്ദ്രം വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിവിധ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പല കേന്ദ്രത്തിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, കേന്ദ്രം പറയുന്ന തൊഴിൽ ദിനത്തിൽ അപ്പോൾ 100 തൊഴിൽ ദിനമാണ് കേന്ദ്രം അനുവദിച്ചതെങ്കിൽ 101ാമത്തെ തൊഴിൽ ദിനം എടുത്തിട്ടുണ്ടെങ്കിൽ 101 എന്താ പറയുക, ആ തൊഴിൽ ദിനത്തിൻ്റെ മുഴുവൻ വേതനവും കേരള സർക്കാർ സ്വന്തം വഹിക്കേണ്ടി വരും. അപ്പം ഇത് രണ്ടാമത്തെ എനിക്ക് പോരായ്മയായിട്ടാണ് തോന്നുന്നത്. അത് പ്രധാന വ്യവസ്ഥകളാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇത് എന്താ പറയുക, കേന്ദ്രത്തിന് പല കാഴ്ചപ്പാടുകളുണ്ട്, പല രാഷ്ട്രീയപരമായി അല്ലാത്ത കാഴ്ചപ്പാടുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെ തിരിക്കുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് തൊഴിലുറപ്പ് ഉറപ്പുവരുത്താൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ കേന്ദ്രം നിലവിൽ തന്നെ തരുന്ന ഫണ്ട് 60%, 40% കേരളം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതും കൂടി വരുമ്പോൾ മൊത്തം, അതായത് ഗവൺമെൻറ് അടിക്കണം. ഇപ്പോൾ തന്നെ 2000 കോടിയോളം, 2000 കോടി നിലവിൽ കഴിഞ്ഞ വർഷത്തെ
ചിലവ് കണക്കാക്കുമ്പോൾ ഒരു 2000 കോടിൻ്റെ അടുത്ത് നമ്മൾ കേരള സർക്കാരിന് അധിക ബാധ്യത വരും. അപ്പം അത് കണ്ടെത്തേണ്ടി വരും. അതിന് പുറമെയാണ് ഇങ്ങനത്തെ ഒരു കാര്യം കൂടി പറയുന്നത്. അപ്പം ഇതും തൊഴിലുറപ്പ് പദ്ധതിയെ ബാധിക്കും. പിന്നെ 60 ദിവസത്തെ കാർഷിക ഇടവേള എന്ന് പറയുന്നത്, അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രധാനമായ 60 ദിവസം വരെ കാർഷിക സീസണിൽ തൊഴിൽ ഇടവേള പ്രഖ്യാപിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന കാലയളവിൽ. അത് നിലവിൽ 60 ദിവസം തൊഴിലില്ലാതെ ഇരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ മാറ്റം വരുമെന്നാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് കേരളത്തിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്, ഇക്കാര്യം മാത്രം. പിന്നെ പറയുന്നതാണ് 125 ദിവസം തൊഴിൽ. ഒരു സാമ്പത്തിക വർഷത്തിൽ 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നു. ഈ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നു പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. തൊഴിലെടുക്കാനുള്ള എന്താ പറയുക, അന്തരീക്ഷം കൂടി സൃഷ്ടിക്കണം. അപ്പോൾ തൊഴിലെടുക്കാനുള്ള പ്രവൃത്തികളും വേണം. കായികശേഷി കൂടിയ പ്രവൃത്തികളാണ് നിലവിൽ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം വിജ്ഞാപനം ചെയ്ത പ്രവൃത്തികൾ അധികവും. അപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എടുക്കാൻ പറ്റുന്ന കായികശേഷി കുറഞ്ഞ, അതായത് 60 വയസ്സിൻ്റെ കൂടുതലുള്ള 70%, 60%-ന് മുകളിൽ 60 വയസ്സിൻ്റെ മുകളിലുള്ള തൊഴിലാളികളാണ് തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്ക് നിലവിലെടുക്കാൻ പറ്റാത്ത കുറേ പ്രവൃത്തികൾ തന്നിട്ട് അതിൽ അവരോട് ഇപ്പോൾ മയക്കുവിൻ്റെ അളവൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നല്ല രീതിയിലുള്ള കുഴി കുത്തണം. അപ്പോൾ അതൊന്നും തൊഴിലുറപ്പ് കായികശേഷി കൂടിയ തൊഴിലാളി 60 വയസ്സുള്ള ഒരു തൊഴിലാളി വന്നിങ്ങോട്ട് കുഴി കുത്താൻ പോയാൽ നാളെ പിറ്റേന്ന് അവർ ഹോസ്പിറ്റലിലാവും. അപ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിലുറപ്പിന് ഇറങ്ങാത്ത സ്ഥിതി വരും. അപ്പോൾ അവർക്ക് പറ്റിയ പണികൾ ഇതിൽ ഉൾപ്പെടുത്തി അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് എന്താ പറയുക, കായികശേഷി വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തോട് കുഴിക്കാനോ അല്ലെങ്കിൽ കിണർ കുഴിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും തൊഴിലുറപ്പ് നിലവിൽ കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിന് ഇത്ര രീതിയിൽ ബാധിക്കും. അപ്പം അതും കൂടി നോക്കണം. പിന്നെ ഇതിൻ്റെ ഫണ്ട് വീതമാണ് പറയുന്നത്. മഹാത്മാഗാന്ധി MGNRG പദ്ധതിയും VBG രാംജി പദ്ധതിയും തമ്മിലുള്ള താരതമ്യം. അതായത് ധനവീതം എന്ന് പറയുന്ന ഇനം വേതനം കേന്ദ്രവീതം മുന്നേ MGNRG 100% കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നത്. ഇതിൽ 60% മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽസിൻ്റെ 75% കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ 60% ആണെന്ന് പറയുന്നത്. ഭരണച്ചെലവ്, അതായത് സാലറി ഇനത്തിൽ 100% കേന്ദ്രം നൽകിയത് ഇപ്പോൾ 60% ആണെന്ന് പറയുന്നു പുതിയ പദ്ധതിയിൽ. പിന്നെ നിലവിൽ ഒരു സാമ്പത്തിക വർഷം ലഭ്യമാക്കുന്ന തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പണ്ട് 100 ആണെങ്കിൽ ഇപ്പോൾ 125. പദ്ധതിക്കുള്ള ഫണ്ട് വീതം അനുവദിക്കൽ ആവശ്യതയെ അടിസ്ഥാനമാക്കിയുള്ള നീക്കിയേക്കൽ ഡിമാൻഡിൻ്റെ ബേസിലാണ്, അതായത് തൊഴിലാളികൾക്ക് തൊഴിൽ വേണം എന്നുള്ള ബേസിലാണ് ഫണ്ട് അനുവദിക്കൽ. പക്ഷേ ഇപ്പോൾ VBG രാംജിയിലാകുമ്പോൾ മാനദണ്ഡ അടിസ്ഥാനത്തിലുള്ള നീക്കിവെക്കൽ, മാനദണ്ഡങ്ങൾ കേന്ദ്രം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളാണെങ്കിൽ അതൊക്കെ കേരളത്തിന് ഒരു ബാധ്യതയായി മാറും. പിന്നെ തൊഴിൽ ഇടവേള, എല്ലാ കാലയളവിലും തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതുകൊണ്ട് നമ്മൾ മുന്നത്തെ പദ്ധതിയിൽ ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 60 ദിവസം വരെ കാർഷിക സീസണിൽ തൊഴിൽ ഇടവേള ആസൂത്രണം. ഈ ആസൂത്രണമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ലേബർ ബഡ്ജറ്റ് അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണം, വികസിത ഗ്രാമപഞ്ചായത്ത് പദ്ധതി VGPP അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണം. അപ്പോൾ നിലവിൽ ഈ ഗ്രാമസഭകളൊക്കെ ചേർന്നിട്ട് അതിൻ്റെ മാനദണ്ഡത്തിലൊക്കെയാണ് പുതിയ പദ്ധതി വരിക. അപ്പം നിലവിൽ ഇപ്പം ജൂലൈ 1 പ്രഖ്യാപിച്ച പദ്ധതിയാണെങ്കിൽ അതിൻ്റെ മുന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ മാത്രമേ പുതിയ പദ്ധതി പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കൂ. അതിൻ്റെ ഒരു ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും, കുടുംബങ്ങളുടെ രജിസ്ട്രേഷൻ, നിലവിൽ തൊഴിലുറപ്പ് കാർഡുകളുടെ വിതരണവും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. തൊഴിൽ അപേക്ഷകൾ സ്വീകരിക്കുകയും കൈപ്പറ്റ് രസീത് നൽകുകയും ചെയ്യുക. അപേക്ഷകൾക്ക് തൊഴിൽ അനുവദിച്ച് നൽകി ജോലിക്ക് ഹാജരാകാൻ അറിയിപ്പ് നൽകുക. ഏറ്റെടുക്കുന്ന ജോലികൾ നിശ്ചിത സാങ്കേതിക മാനദണ്ഡങ്ങളും അളവുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. GIS ടൂൾ, ലൈറ്റുകൾ, ഡിജിറ്റൽ സമയം VBG പ്രവൃത്തികൾക്ക് ഭരണാനുമതി, അംഗീകൃത VBGയിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നടപടികൾ പാലിച്ച് നടപ്പാക്കുക. സമയബന്ധിത വേതന വിതരണം, പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റു ചിലവുകൾ നടത്തുക. തൊഴിലാളികളുടെ പ്രധാന അവകാശങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽ കാർഡ് ലഭിക്കാനുള്ള അവകാശം. നിലവിലുള്ള തൊഴിൽ കാർഡ് തന്നെയാണ് പറയുന്നുണ്ട്. അപ്പം അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കാനുള്ള അവകാശം, തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കുന്നതിനുള്ള അവകാശം, 15 ദിവസത്തിനുള്ളിൽ വേതനം ലഭ്യമാക്കുന്നതിനുള്ള അവകാശം, തൊഴിലുടെ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെ നിലവിൽ നിങ്ങളുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സെയിം അവകാശങ്ങൾ തന്നെയാണ്. ബാക്കി വ്യത്യാസമൊന്നുമില്ല. മുകളിൽ പറഞ്ഞ കാര്യങ്ങളും അത് തന്നെയാണ്. പ്രവൃത്തി സമയം നിലവിലുള്ള 9 AM മുതൽ 5 മണി വരെ നിലവിൽ നിങ്ങൾക്ക് അത് തന്നെയാണ്. പിന്നെ തൊഴിലുറപ്പ് വേതനം 401 രൂപയാണ്. പിന്നെ വികസിത് ഗ്രാമപഞ്ചായത്ത് പദ്ധതി യുക്തധാര പോർട്ടൽ വഴി തയ്യാറാക്കുന്ന
ഗതിശക്തി പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി ആവർത്തനങ്ങൾ ഒഴിവാക്കുന്നു. ജനപങ്കാളിത്തവും സാങ്കേതിക വിദ്യയും തെളിവ് അധിഷ്ഠിത സമീപനവും ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കുന്നു. തയ്യാറാക്കിയ പദ്ധതി ഗ്രാമസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ച പദ്ധതി ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ക്രോഡീകരണവും അംഗീകാരം ലഭിച്ച VGPPയിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണാനുമതി നൽകുന്നു. ഇപ്പം ഇതൊക്കെയാണ് നിലവിലെ തൊഴിലുറപ്പ് പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇപ്പോൾ നിലവിൽ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ 14 പ്രധാന വിഭാഗങ്ങളിൽ 318 പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രധാന പ്രവൃത്തികളുടെ ഇടക്കാല ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇടക്കാല ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ലിസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് അതിൽ കൂടുതൽ തൊഴിൽ വരെയായിരിക്കും. ഇത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. സുരക്ഷാ പ്രവർത്തനം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതിതീവ്ര കാലാവസ്ഥ ദുരന്ത നിവാരണ പ്രവർത്തനം. നിലവിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ സംയോജന സാധ്യതകൾ, ഇത് നിലവിൽ അംഗനവാടിയൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാ പദ്ധതിയും ചെയ്യാമെന്നാണ് പറഞ്ഞത്. BBG റാംജി പദ്ധതി മറ്റു വകുപ്പുകളുടെ പദ്ധതികളുമായും സംയോജിപ്പിച്ച് നടപ്പിലാക്കേണ്ടതാണ്. ഇതിലൂടെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും പദ്ധതി വീതം, സാങ്കേതിക വൈദഗ്ധ്യം എന്നിവ ഏകോപിപ്പിച്ച് പൊതുവായ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആവർത്തനം ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു. BBG റാംജി പദ്ധതിയിൽ കരാറുകാരെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. എന്നാൽ മറ്റു പദ്ധതികളെ സംയോജിപ്പിക്കുന്ന പ്രവൃത്തികൾ പ്രസ്തുത നടത്തിപ്പിനായി അതാത് വകുപ്പിൻ്റെ ചട്ടപ്രകാരം കരാറുകാരെ അനുവദിക്കാം. അപ്പോൾ സംയോജിത പദ്ധതിയിൽ കരാറുകാരൊക്കെ പറ്റുമെന്ന് പറയുന്നത്. നിലവിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും തൊഴിലുറപ്പിൽ ഇല്ലായിരുന്നു. തദ്ദേശ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾക്ക് ആവശ്യമായ തൊഴിൽ BBG റാംജി പദ്ധതിയെ സംയോജിപ്പിച്ച് നടപ്പിലാക്കാം. സാധ്യത വികസന പ്രവൃത്തികൾ, പ്ലാൻ പ്രവൃത്തികൾ, കെട്ടിടങ്ങൾ, റോഡുകൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കാര്യങ്ങളല്ല, വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ എന്ന കാര്യത്തിലൊക്കെ പറ്റും. പക്ഷേ ബാക്കി നോക്കാം. സുതാര്യത ഉപാധികൾ, പദ്ധതി ആരംഭ യോഗം, ഇതൊക്കെ നിലവിൽ ജനതാ ബോർഡ്, ഇപ്പം നിലവിൽ CIB ബോർഡായിരുന്നു, ജനതാ ബോർഡായി. പിന്നെ സോഷ്യൽ ഓഡിറ്റ്, ഓംബുഡ്സ്മാൻ, വേതന വിതരണം, ആഴ്ചതോറുമുള്ള പൊതു അറിയിപ്പ്, ഡിജിറ്റൽ ഉപയോഗം, BBG റാംജി സോഫ്റ്റ്വെയർ, യുക്തധാര, PM ഗതിശക്തി പോർട്ടൽ, NMS ആപ്പ്, പിന്നെ സെക്യൂർ സോഫ്റ്റ്വെയർ, ഭൂഗ്രാം, ജൻഗ്രാം, വിജിൽ ആപ്പ്, ഏരിയ ഓഫീസർ ആപ്പ്. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പുകളാണ് ഇതൊക്കെ. നിയമലംഘനത്തിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും 10,000 രൂപ വരെയാണ് PA ഈടാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നോക്കുന്നത്. പിന്നെ മയക്കുയൊക്കെ ഇപ്പോൾ നിലവിൽ പറയുന്നത് 1.2 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയും 60.6 പൊക്കമൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതായത് മയക്കുയിൻ്റെ അളവ്, മയക്കുയാണോ എന്നറിയില്ല, വേറെ എന്തെങ്കിലും വർക്കാണെന്ന് അറിയില്ല, ഏതായാലും അതിൻ്റെ അളവ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ചെയ്യാവുന്നതാണ്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി, അതിലിപ്പം ആഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നിലവിൽ ആ ഗ്രൂപ്പ് ഇപ്പം ഒരു തൊഴിലുറപ്പ് പദ്ധതി ഇനി മുന്നോട്ടുണ്ടാവുമോ, എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് കണ്ടിട്ടൊക്കെ നമുക്ക് ഇനി ഗ്രൂപ്പിൽ ആരെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലോ കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അപ്പോൾ അതിനെ ആരും ചോദിക്കേണ്ടതില്ല, നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും ആരും മെസ്സേജ് അയക്കേണ്ടതില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.